സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റീമേക്ക് ചിത്രങ്ങൾ അഭിനയിക്കുമ്പോൾ തനതായ ശൈലിയിൽ അഭിനയിക്കുന്നത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാർ മാത്രമാണ്. ബാക്കിയുള്ള നടന്മാരൊക്കെ റീമേക്ക് പടത്തിൽ അഭിനയിക്കുമ്പോൾ ആ പടം ഹിന്ദി പടത്തിൽ റീമേക്ക് ആണെങ്കിൽ ഹിന്ദി പടത്തിൽ ആ നടൻ അഭിനയിച്ചതുപോലെ അഭിനയിക്കും. നസീറിൻ്റെ തനതായ ശൈലിയിൽ അഭിനയിച്ചിട്ട് പടത്തിൻ്റെ ശൈലിയെ മാറ്റും. നസീർ ചിത്രമായിട്ട് മാറും. അതിനെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് അമിതാഭ് ബച്ചൻ്റെ സംജോഗ് എന്ന് പറഞ്ഞ ഹിന്ദി ഫിലിം മലയാളത്തിൽ റീമേക്കുന്നത്. സംജോഗ് പൊട്ടിപ്പാളീസായ പടമാണ് ഹിന്ദിയിൽ, പക്ഷെ കഥ നല്ലതായതുകൊണ്ട് മലയാളത്തിൽ റീമേക്ക് ചെയ്ത് മോഹവും മുക്തിയും എന്ന് പറഞ്ഞിട്ടെടുത്ത് ശശികുമാർ. ഇവിടെ 100 ദിവസം കളിച്ച പടമാണ് മോഹവും മുക്തി. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. ആ രണ്ട് പടവും നമ്മൾ കണ്ടു നോക്കിയാൽ അമിതാഭ് ബച്ചൻ്റെ പടത്തിൽ അഭിനയമായിട്ട് യാതൊരു സാമ്യത ഉണ്ടാവില്ല നസീർ സാറിൻ്റെ അഭിനയം. നസീറിൻ്റെ ശൈലിയിൽ അഭിനയിച്ചിട്ട് നസീർ ചിത്രങ്ങളായിട്ട് മാറ്റും. അത് അല്ലാതെ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ട് അമിതാഭ് ബച്ചനെ പോലെ അഭിനയിച്ചിട്ട് കാണിക്കലല്ല. അതേപോലെ ഒന്നാണ് വേറെ ഒരു പടം ഇമം എന്ന് പറഞ്ഞ പടം പിന്നെ നാളെ നമതേൻ്റെ റീമേക്ക്. എം ജി ആർ എൻ്റെ യാതൊരു സാമ്യതയില്ല നസീർ സാർ അഭിനയിച്ചത്. നസീർ സാറിൻ്റെ ശൈലിയിൽ അഭിനയിച്ചിട്ട് പോയി. അല്ലാതെ എം ജി ആർ കളിക്കുന്ന പോലെ തുള്ളി കളിക്കലൊന്നും നസീർ സാറിനുണ്ടാവില്ല. അതുപോലെ രണ്ട് ലോകം എന്ന് പറഞ്ഞ സിനിമ, അത് ശിവാജിയുടെ തമിഴ് പടമുണ്ട്. ആ തമിഴ് പടം ശിവാജിൻ്റെയും കാണാം, നസീർ സാറിൻ്റെയും കാണാം. രണ്ട് തരത്തിലുള്ള ഫിലിമായിരിക്കും, ഒരേ കഥ. പക്ഷേ നസീർ സാർ ശിവാജിനെ ഒരു സീനിൽ പോലും അനുകരിക്കൂല. നസീറിൻ്റെ ശൈലിയിൽ അഭിനയിച്ചിട്ട് ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി രണ്ട് ലോകം. അത് നമ്മളിന്ന് കാണുമ്പോൾ ശിവാജിൻ്റെ പടം നസീർ സാറിൻ്റെ ശിവാജിൻ്റെ കോമാളിക്കളിയാണ്. രണ്ട് ലോകത്തിൽ റീമേക്കിൽ ശിവാജി കളിക്കുന്ന വെറും കോമാളിക്കളിയാണ്. നസീർ സാർ വളരെ സീരിയസ് ആയിട്ട് ആ പടത്തിൽ അഭിനയിക്കുന്നത്. അതുപോലെ തെമ്മാടി വേലപ്പ് തമിഴിലെ പുതുവെള്ളം, കന്നഡയിൽ രാജ്കുമാർ അഭിനയിച്ചൊരു പടം, അതിൻ്റെ റീമേക്കാണ് തെമ്മാടി വേലപ്പ്. ഈ 3 പടം കണ്ടാൽ രാജ്കുമാർ കോമാളിക്കളി കളിക്കുന്നുണ്ട് കന്നഡയിൽ, ശിവകുമാർ കോമാളിക്കളി കളിക്കുന്നുണ്ട്. നസീർ സാറ് കോമഡി പാറിൻ്റെ അടുത്ത് തഗ് ഡയലോഗാണ്. കോമാളിക്കളി കളിക്കേണ്ട ആവശ്യമില്ല തെമ്മാടി വേലപ്പയിൽ. സീരിയസ് ആയിട്ട് നിന്നിട്ട് തഗ് ഡയലോഗ്. അങ്ങനെ പടത്തിൻ്റെ ശൈലിയുമായിട്ട് നസീർ സാറിൻ്റെ പടം തെമ്മാടി വേലപ്പം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററായി. ആ 3 പടം കാണുമ്പോൾ നമുക്ക് നസീർ സാർ എത്രയോ ഉയരത്തിലെന്ന് മനസ്സിലാവും. അതുപോലെ നായാട്ടിൽ നസീർ സാർ പ്രാണിൻ്റെ റോളിൽ അഭിനയിച്ച് പ്രാണുമായിട്ട് യാതൊരു സാമ്യതയില്ല നസീർ സാർ ഒരു കോമഡി ടച്ചിലാണ് അതിൽ അഭിനയിച്ച്. പ്രാൺ അതിൽ സീരിയസ് ആണ് ഈ സഞ്ചീറിൽ. അത് നേരെ തമിഴിലെടുക്കുമ്പോൾ നസീർ സാർ പ്രാണിനെ അനുകരിച്ചിട്ടേ ഇല്ല. നസീർ സ്റ്റൈൽ അഭിനയിച്ച് കോമഡി ടച്ചോടുകൂടി. ഇത് ഞാൻ പറയാൻ കാരണം, റീമേക്ക് പടത്തിൽ പലരും അഭിനയിക്കുമ്പോൾ ആ പടം കണ്ടിട്ട് അതുപോലെ ആ നടൻ ചെയ്ത പോലെ ചെയ്യും. നസീർ സാറിൻ്റെ റീമേക്ക് പടത്തിൽ ആ റീമേക്ക് പടവും നസീർ സാർ ആദ്യം വന്ന പടവും നസീറിൻ്റെ പടമായിട്ട് യാതൊരു സാമ്യത ഉണ്ടാവില്ല. അതുപോലെ തന്നെ ദിലീപ് കുമാറിൻ്റെ അഭിനയിച്ചാണ് രാമോർ ശ്യാം. നസീർ സാർ മലയാളത്തിൽ തീർത്തും വ്യത്യസ്തമായിട്ട് അഭിനയിച്ച പടമാണ് അജയനും വിജയൻ. അല്ല, ദിലീപ് കുമാർ